ഹായ് ഫ്രണ്ട്സ്, ബീഹാറിൽ BJPക്ക് അട്ടിമറി ജയം. സത്യം പറഞ്ഞാൽ അവിടെ യാതൊരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ബീഹാറിൽ ഭരണത്തുടർച്ച ഉണ്ടാകാൻ പോകുന്നുവെന്ന് ഒട്ടുമുക്കാലും മാധ്യമങ്ങൾ മുൻപേ തന്നെ പ്രവചിച്ചിരുന്നു. എന്തിന്? കോൺഗ്രസിന്റെ ആജന്മ ബന്ധുവായ മനോരമയുടെ വീക്ക് എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പ് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞിരുന്നു BJP നിതീഷ് കുമാറും അവിടെ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന്. നമ്പർ 1, ബീഹാറിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി സമ്മാനമായി കൊടുത്ത 10,000 രൂപ. ഈ 10,000 രൂപയാണ് ഈ ഇലക്ഷനിലെ ഗെയിം ചേഞ്ചർ എന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഒന്നിലേറെ തവണ പറഞ്ഞിരുന്നു. ആർക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാം ഞാൻ എന്ന് പറഞ്ഞിരുന്നതാണ് എന്ന്. അതോടുകൂടി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ 2026 ഇലക്ഷൻ തൊട്ടു മുമ്പ് ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും പേരിൽ ഒരു 10,000 വെച്ച് അയച്ചു കൊടുത്താൽ ഒരു സംശയവും വേണ്ട, മൂന്നാമതും പിണറായി തന്നെ. കാരണം പീപ്പിൾ ഹാവ് ഷോർട്ട് മെമ്മറീസ്. അവർ വളരെ മറക്കും. അപ്പോ കാശ് കിട്ടി, അന്നേരം ഓടി, അത്രേ ഉള്ളൂ. ഇപ്പോഴുള്ള ഈ ആരോപണങ്ങളോ ഈ ആക്ഷേപങ്ങളോ ഒന്നും അപ്പോൾ ഓർക്കുന്നില്ല. അപ്പോഴത്തെ കാര്യം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും വോട്ടിംഗ് പാറ്റേൺ. അത് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചത്. എന്റെ മുൻ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇന്ത്യയിൽ ഒരു പുതിയ പരീക്ഷണമാണ് എന്ന്. അതായത് ഇക്കാലം അത്രയും BJP ചെയ്തത് MLA-മാരെയും MP-മാരെയും കാശ് കൊടുത്ത് വാങ്ങി എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇത്തവണ ഇലക്ട്രേറ്റിനെ അല്ലെങ്കിൽ സമ്മതിദായകരെ മൊത്തമായിട്ട് വിലയ്ക്ക് വാങ്ങുകയാണ് എന്ന്. കാരണം ആ 10,000 കൊടുക്കുവാൻ വേണ്ടി ചെലവഴിച്ച 10,000 കോടി രൂപയിൽ 7,500 കോടിയും കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. കാരണം കേന്ദ്രത്തിൽ അവിടെ ഉറച്ചിരിക്കണമെങ്കിൽ നിതീഷിന്റെ പിന്തുണ വേണം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അതിനെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ പണം വാരിക്കോരി ചിലവഴിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്. ഇവിടെ സാഹചര്യം അതാണ്. ആന്ധ്ര എന്ത് പറഞ്ഞാലും കേൾക്കും, ബീഹാർ എന്ത് പറഞ്ഞാലും കേൾക്കും. അവരാണ് ശരിക്കുള്ള ബെനിഫിഷ്യറീസ്. അതിന്റെ ഒരു പരിണതഫലമാണ് ഇന്ന് പുറത്തു വന്ന ഇലക്ഷൻ റിസൾട്ട്. ശേഷം ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.